സമാധാനമില്ല നമുക്ക്. ഞായറാഴ്ചകളിൽ ശാന്തമായി നിന്നൊരു വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാൻ, ഒരു 5 ദിവസം താമസിച്ചൊരു ധ്യാനം കൂടാൻ, അല്ലെങ്കിൽ ഞായറാഴ്ചകളിൽ ഒന്ന് മാറിയിരുന്ന് തിരുവചനം ഒന്ന് ശ്രദ്ധിക്കാൻ നമുക്കെവിടെയാ നേരം? പ്രിയമുള്ളവരെ, നമ്മളൊക്കെ തിരിഞ്ഞ് ശാന്തമായി ഈ ക്രിസ്മസിൻ്റെ ദിവസങ്ങളിൽ ചിന്തിക്കണം. 25-ാം തീയതി നല്ല ഇച്ചിരി പോത്തിറച്ചിയൊക്കെ എന്നും കൂട്ടണ്ട, ഹാർട്ട് അറ്റാക്ക് വരും, അല്ലെങ്കിൽ കുഴഞ്ഞു വീണ് മരിക്കും. 25-ാം തീയതി തീർച്ചയായിട്ടും എവിടെ നിന്നെങ്കിലും ഇച്ചിരി മേടിക്കണം. എന്നിട്ട് അത് പുഴുങ്ങി കഴിക്കാൻ വേണ്ടിയല്ല, മറിച്ച് ആ മക്കളെ ഭാര്യയും കൂട്ടിയിരുത്തി. എന്നും ഭാര്യ ഉണ്ടാക്കുന്നതിന് മുമ്പേ നമ്മൾ വിഴുങ്ങും. അതുകൊണ്ട് ഭാര്യ കഴിക്കാറാകുമ്പോഴേക്കും എന്താണ്, നമുക്ക് വിശപ്പില്ല. അതുകൊണ്ട് ഭാര്യയും കൂട്ടി. പിന്നെ മക്കളെ വിളിക്കാൻ സമയത്ത് എന്താണ്, മക്കൾ വേറെ എവിടെയോടത്തുമായിരിക്കും, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലായിരിക്കും. എല്ലാവരെയും കൂട്ടിയിരുത്തി ഒന്നിച്ച് ഇച്ചിരി ഭക്ഷണം കഴിച്ച് ഒരു കേക്കൊക്കെ മുറിച്ച് ഒരു നല്ല ഏതെങ്കിലും ഒരു പാട്ട്, നിറയുന്ന കണ്ണുകളുടെയൊന്നും വേണ്ട, വേറെ ഏതെങ്കിലും നല്ല പാട്ട്, കൊള്ളാവുന്ന ഒരു പാട്ട്, ഏതെങ്കിലും ഒരു സന്തോഷത്തിൻ്റെ ഒരു ഗാനമൊക്കെ പാടി ഒരു കേക്കൊക്കെ മുറിച്ച് എല്ലാവരും പരസ്പരം ഒന്ന് പങ്കുവച്ച്, സത്യത്തിൽ അതിൽ കൂടുതൽ വലിയൊരു സമാധാനമുണ്ട്. ആർക്കും കിട്ടാത്ത, ഒരുപക്ഷെ ജീവിതത്തിൽ സ്വപ്നം കണ്ടിട്ടും കിട്ടാതെ പോയ ഒരു സമാധാനം, ഒരു സന്തോഷത്തിൻ്റെ നിമിഷമായിരിക്കാതെ. എല്ലാ ദിവസവും ഇത് കിട്ടാൻ പോകുന്നില്ല, സ്വപ്നം കാണാനേ പറ്റത്തുള്ളൂ. ഒരു ദിവസം ക്രിയേറ്റ് ചെയ്യാൻ മേലെ, അതിനുവേണ്ടി 2 ദിവസം മുമ്പ് ഒരുങ്ങാൻ മേലെ, വലിയ പണക്കൊന്നും ഇല്ലാതെ, വലിയ വഴക്കൊന്നും ഇല്ലാതെ, വലിയ ഒച്ചപ്പാടില്ലാതെ, വലിയ പ്രശ്നങ്ങളില്ലാതെ. ചില ഭർത്താക്കന്മാരെന്താ, ഭാര്യമാര് എന്തെങ്കിലും ആവശ്യമായിട്ട് വരുമെന്ന് കാണുമ്പോൾ ഒച്ചപ്പാടം വെച്ചേക്കും. അപ്പോൾ പിന്നെ ഒന്നും പറയുകയില്ല. അപ്പോൾ വലിയ ഒച്ചപ്പാടും ബഹളമൊന്നുമില്ല, പിള്ളേര് മിണ്ടുകയല്ലോ. ആദ്യമേ വന്നിട്ട് ചാട്ടമൊക്കെ ചാടിയാൽ മിണ്ടുകയല്ലോ. അപ്പോൾ അവർക്ക് ഒന്ന് നേരത്തെ ഒരുങ്ങുക, സമാധാനത്തോടെ മക്കളെയൊക്കെ കൂട്ടിലെത്തി ആണ്ടിലൊരിക്കലെങ്കിലും ഇതാ പള്ളിയിൽ പോയി ഒന്നിച്ച് പ്രാർത്ഥന കൂടി, ഒന്നിച്ച് ആ തീജ്വാലയ്ക്ക് ചുറ്റും ഒന്ന് നടന്ന്, യേശു ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ഇന്നെങ്കിലും ഒരു സമാധാനമായി, ഈ നിമിഷമെങ്കിലും ഞങ്ങളുടെ ഭക്ഷണ മേശപ്പുറത്ത് യേശു ഒരു സമാധാനമായി ഇരിക്കാൻ, ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കണം. അതുപോലെ നമ്മുടെ കുടുംബത്തിൽ ആ ക്രിസ്തുവിന്, ഉണ്ണി യേശുവിനെ ഒരു ദിവസമെങ്കിലും ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയണം. അതിനാണ് ഈ ക്രിസ്മസ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഇച്ചിരി പോത്തിറച്ചി വേണമെന്നില്ല, എന്തെങ്കിലും ഇറച്ചി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. മീനൊക്കെ വലിയ വിലയായിരിക്കാം, എന്നാലും മത്തിയാണേലും വേണ്ടില്ല, എന്നാൽ കളറങ്ങി ചേർത്താൽ മതി, എന്തായാലും കുഴപ്പമില്ല. പക്ഷേ ഇതാ പങ്കുവെക്കപ്പെടുന്നതിലൂടെ അവിടെ ഇച്ചിരി സമാധാന സന്തോഷം ഉണ്ടാകണം. ഞാൻ പണ്ടെപ്പോഴും ഒരു കഥ പറയാറുണ്ടല്ലോ, പണ്ടൊരു സിനിമ കണ്ടു, അതിപ്പോഴും മറന്നിട്ടില്ല. ഇതാ ഒരു സ്ത്രീ ഇതാ കലത്തിനകത്തിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക, മക്കള് കിടന്നുറങ്ങുന്നു പട്ടിണി കൊണ്ട്. അപ്പോഴാണ് അയാൾ വരിക, ഭർത്താവ്, കണ്ടത്തിൻ്റെ സൈഡിൽ കൂടെ. അവാർഡ് പടമായതുകൊണ്ട് സംസാരമൊന്നുമില്ല, അതുകൊണ്ട് ഡയലോഗ് എന്നാന്ന് പറയാൻ അറിഞ്ഞുകൂടാ. അയാൾ കണ്ടത്തിൻ്റെ സൈഡിൽ കൂടെ നടന്നു വരിക. നടക്കുന്ന സമയത്ത് വെയിലാറി, ഞാൻ ഓർത്തു കറണ്ട് പോവുകയാണ്, പക്ഷേ അത് വെയിലാറി വരുന്നത് കാണിച്ചതാണ്. അങ്ങനെ അരമണിക്കൂർ കൊണ്ടാണ് പുള്ളി വീട്ടിൽ നടന്നു വന്നത്. അതാണ് അവാർഡ് പടത്തിൻ്റെ പ്രത്യേകത. കണ്ടത്തിൽ കൂടെ നടക്കാൻ തുടങ്ങി അരമണിക്കൂർ നടക്കും. അങ്ങനെ അയാൾ വീട്ടിൽ വന്നപ്പോഴേക്കും കുഞ്ഞുങ്ങൾ രാത്രിയാണ് കടന്നുറങ്ങുക. അപ്പോൾ ഇതാ കഞ്ഞിവെള്ളം അയാൾക്ക് വേണ്ടി അവൾ ഇതാ അങ്ങയുടെ മുമ്പിലോട്ട് വെച്ചു. ഒരക്ഷരം പോലും മിണ്ടിയില്ല, ഡയലോഗൊന്നും ഇല്ലായിരുന്നു. അയാൾ ആ കഞ്ഞി കുടിക്കുന്നതിന് മുമ്പ് തോർത്ത് തലേന്ന് എടുത്തു, ഷർട്ടിട്ടിട്ടില്ല, ഇതാ മുണ്ട് മാത്രം. അയാൾ തലേന്ന് തോർത്തെടുത്ത് അത് വിരിച്ചിട്ട് അതിലിരുന്ന് ആ കഞ്ഞി എടുത്ത് വെച്ചു. എന്നിട്ട് അവളോട് ചോദ്യം ചോദിച്ചു, നീ വല്ലതും കഴിച്ചോ? പ്രിയമുള്ളവർ, അപ്പോൾ പിന്നീട് ഡയലോഗൊന്നും ഉണ്ടായില്ല. ചേട്ടൻ കഴിച്ചോന്നൊന്നും പറയുന്ന ഡയലോഗൊന്നും ഉണ്ടായില്ല. പ്രിയമുള്ളവർ, അവളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് താഴേക്ക് ഇറങ്ങി ഇങ്ങനെ വീണു. അന്ന് കണ്ടപ്പോൾ ഈ സിനിമയുടെ അർത്ഥം എന്നാന്ന് മനസ്സിലായില്ല. പക്ഷേ നാളുകൾ പിന്നിട്ടപ്പോൾ, സുവിശേഷം പഠിച്ചപ്പോൾ മനസ്സിലായി, ഇതാണ് ക്രിസ്തുവുള്ളൊരു വീട്, ഇതാണ് ക്രിസ്തുവുള്ളൊരു വീട്. പ്രിയമുള്ളവരെ, സമ്പന്നമായ ഒത്തിരി കാര്യങ്ങൾക്ക് മധ്യത്തിലല്ല, ലോകം മുഴുവനിൽ നിന്ന് ക്രിസ്തുവിനെ മാർക്കറ്റ് ചെയ്യുകയാണ്. അതെല്ലാം നമ്മൾ മേടിച്ചു കൂട്ടിയിരിക്കുകയാണ്. നമ്മുടെ ഫ്രിഡ്ജിനകത്ത് കേക്കുകൾ നിറഞ്ഞു കാണും, എല്ലാം നിറഞ്ഞു കാണും. പ്രിയമുള്ളവർ ഓർക്കുക, അതിന് മധ്യത്തിൽ ഒരു സമ്പന്നതയുടെ മധ്യത്തിൽ ആ ദാരിദ്ര്യത്തിൽ ഒരു ദാരിദ്ര്യം ഉണ്ടാകണം അവിടെ. എന്ത് ദാരിദ്ര്യം? ഇതാ നമുക്കുള്ളത് ഇല്ലാത്തൊരുവിന് വേണ്ടി, അതിൻ്റെ ഭാര്യയ്ക്കായിരിക്കാം, അത് പങ്കുവെച്ചു കൊടുക്കുക. തിരിച്ചും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പങ്കുവെക്കുന്ന ഒരു ഭവനമാക്കി ഒരു ദിവസമെങ്കിലും മാറ്റി തീർക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഈ ക്രിസ്മസ് സമാധാനമുള്ള, സന്തോഷമുള്ള ഒരു ക്രിസ്മസായി തീരും. അതിന് കൃപയും അനുഗ്രഹവും നിങ്ങൾക്ക് ദൈവം നൽകട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും, എല്ലാ ക്രിസ്മസിൻ്റെ ആശംസകളും ഞാൻ നിങ്ങൾക്കായിട്ട് നേരുകയാണ്. പലപ്പോഴും പ്രിയമുള്ളവരെ നമ്മൾ ഓർക്കണം, നമുക്കില്ലാതെ വരുമ്പോഴാണ് നമുക്ക് പ്രതിസന്ധി. ഞാൻ ഓർക്കുകയാണ്, ഞാൻ സിംഗപ്പൂര് ചെന്നു. സിംഗപ്പൂർ എന്ന സമയത്ത് ഇവിടെയൊക്കെ ആണെങ്കിൽ നാട്ടിൽ എന്തുമാത്രം മനുഷ്യരാണ്. തീരുമാനമായിട്ട് തൊട്ടപ്പുറത്തുണ്ട് കൊറ്റത്തിലെ എന്തെങ്കിലും പ്രയാസം അങ്ങോട്ട് പോയാൽ മതി. പക്ഷേ ഞാൻ സിംഗപ്പൂർ ചെന്നപ്പം അവിടെ നട്ടലുവേദനയായിട്ട് ഒരു അച്ഛനുണ്ടായിരുന്നു.
അപ്പോൾ ഈ അച്ഛനുണ്ട് രംഗപുരം അവിടെ കിടപ്പാ. അപ്പോൾ ഇവിടെ ഒരു സഹോദരൻ വന്നിരിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ അപ്പൻ എന്ത് ചെയ്യാണ്, ഇവിടെ റാന്നിയിൽ രോഗിയായിട്ട് കിടക്കുക, നടുവേദന. മോൻ ആഗ്രഹമുണ്ട് അപ്പൻ്റെ നടുവൊന്ന് തിരുമിയാൽ കൊള്ളാമെന്ന്. പക്ഷേ ഇൻ്റർനെറ്റിൽ കൂടെ നടുവ് തിരുമാൻ പറ്റുകയില്ലല്ലോ. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, പുള്ളിക്കാരൻ എല്ലാ ദിവസവും വൈകുന്നേരം വരും. അപ്പോൾ പുള്ളി എൻ്റെ കാലൊക്കെ തിരുമാൻ കഴിയുമ്പോൾ എനിക്കൊരു നാണക്കേട്. 40-40 വയസ്സുള്ള ചെറുപ്പക്കാരനായ എൻ്റെ കാല് 60-70 വയസ്സുള്ള വല്യപ്പൻ്റെ കാല് തിരുമുന്നത് പോലെ തിരുമേണ്ടി വരുന്നതിൻ്റെ വേദന, അവകാശബോധം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഏയ് വേണ്ട. അന്നേരം എന്നോട് പറഞ്ഞു, ഇതാ എൻ്റെ അപ്പൻ അങ്ങ് നാട്ടില്ല, എനിക്കിപ്പോൾ ഇവിടെ ഇരുന്ന ഇൻ്റർനെറ്റിൽ കൂടെ തിരുമാൻ പറ്റുകയല്ലോ, അതുകൊണ്ട് ഞാൻ എൻ്റെ അപ്പന് വേണ്ടി തിരുമത് പോലെ ഇവിടുന്ന് എല്ലാ ദിവസവും ഒരു നേർച്ച പോലെ തിരുമാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, ഇതാ ഞാനവിടെ നിന്ന് തിരിച്ചു പോകും. ഓർക്കണം, എനിക്കൊരാവശ്യം വന്നപ്പോഴാണ് ആ പുള്ളിയുടെ തിരുമ എനിക്ക് പ്രയോജനപ്പെട്ടത്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരാളിനോട് പറയാം തിരുമിയേക്കാൻ തിരുമേനി എന്ന് പറഞ്ഞാലും ഇവിടെ ഇപ്പോൾ ആളുകൾ എൻ്റെ സഭ മൊത്തം തിരുമാനായിട്ട് നടക്കുകയാണ്. കാരണം എന്താണ്, നമ്മൾ ഈ ധ്യാനം നടത്തുന്നതിനാണ്. ഈ ധ്യാനം എങ്ങനെയും നിർത്തി പൂട്ടിക്കെട്ടി, ഈ ധ്യാന കേന്ദ്രം പൂട്ടിക്കെട്ടി പോകാൻ പല മനുഷ്യരും എന്നെ എന്ത് ചെയ്യാണ്, അച്ഛന്മാരും അതുപോലെ ചെമ്മാച്ചന്മാരും പലരും കൊടുത്ത് പൂട്ടിക്കെട്ടണം. അതിനുവേണ്ടി തിരുമാൻ നടക്കുക, മസാജിങ്. പ്രിയമുള്ളവരെ ഓർക്കുക, അതിൻ്റെയൊക്കെ മധ്യത്തിലാണ് ഞാൻ, ഈ പ്രയാസങ്ങളുടെ മധ്യത്തിലാണ് ഈ സമാധാനത്തിൻ്റെ ദൂത് നിങ്ങൾക്ക് നൽകുക. ഓർക്കുക, ഇതിൻ്റെയൊക്കെ മധ്യത്തിലും നമ്മുടെ ഉള്ളിൽ പിറന്നു വീണ ഒരു ക്രിസ്തു ഉണ്ടാകണം. അത് എവിടെയോ നമ്മളെ ആർക്കും ആവശ്യമുണ്ട്. അതിനുവേണ്ടി നമ്മളൊക്കെ ജനിച്ചു വീണ സ്നേഹ സമ്മാനങ്ങളാണ്. ആരുടെയോ സ്നേഹ സമ്മാനമാണ് ഞാൻ. ഈ നിമിഷം, ഈ സമയം ഞാൻ ആരുടെയോ സ്നേഹ സമ്മാനം. ഓർക്കണം, നമ്മുടെ ജീവിതത്തിലെ കഴിഞ്ഞു പോകുന്ന ഓരോ സെക്കൻഡുകളും ഓരോ മിനിറ്റുകളും ആർക്കോ വേണ്ടി അർപ്പിക്കപ്പെടേണ്ട സ്നേഹബലിയും സ്നേഹ സമ്മാനവുമാണ്. അതുകൊണ്ട് നമ്മളൊക്കെ തിരിച്ചറിയണം, ക്രിസ്തുവിനെ പോലെ തന്നെയാണ് നമ്മൾ. അതുകൊണ്ടാണ് ക്രിസ്തു നമ്മുടെ ഷേപ്പിലും നമ്മുടെ രൂപത്തിലും വന്നത്. നമ്മളെപ്പോലെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഇതാ ഈറ്റുനോവോടുകൂടി പുറത്തു വന്നത് നമ്മളെപ്പോലെ തന്നെ എന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. നിന്നെപ്പോലെ തന്നെയാണ് ഞാൻ നിങ്ങൾക്കൊക്കെ വേണ്ടി ഈ കാലഘട്ടത്തിൽ മുഴുവൻ സ്നേഹ സമ്മാനമായില്ലേ. ഓരോ തൂത്തുകുടിയിലെ ഓരോ ദിവസത്തെ ഞായറാഴ്ചകളിൽ നിങ്ങളുടെ സ്നേഹ വിരുന്ന് ഞാനല്ലേ. അങ്ങനെയെങ്കിൽ ഇതാ നിങ്ങളുടെയൊക്കെ ചുറ്റുപാടുകളിലെ ഏതെങ്കിലും മനുഷ്യന്റെ ജീവിതത്തിലെ സ്നേഹത്തിന്റെ വിരുന്നാകണം നീ. നിന്റെ വാക്ക്, നിന്റെ പുഞ്ചിരികൾ, നിന്റെ ആശ്വാസവചനങ്ങൾ, നിന്റെ പെരുമാറ്റങ്ങൾ എല്ലാം ആർക്കെങ്കിലുമൊക്കെ സ്വീകരിക്കപ്പെടാൻ കഴിയുന്ന ഒരു ദരിദ്രന്റെ ഹൃദയത്തിൽ സ്നേഹ സമ്മാനമായി നീ പറക്കണം. സ്നേഹത്തിന്റെ ക്രിസ്തുവായി നീ അവന്റെ മുമ്പിൽ പറക്കണം. പ്രിയമുള്ളവരെ, അതിന് നമുക്ക് കഴിയട്ടെ. അതായിരിക്കട്ടെ ഈ വർഷത്തെ ക്രിസ്മസിന്റെ ആശംസയായി നിങ്ങൾ സ്വീകരിക്കേണ്ടത്. ഞാൻ അവസാനിപ്പിക്കാൻ കടകൾ അടയ്ക്കാം. തമ്പുരാനെ, ഈ ദിവസത്തെ ഓർത്ത് ഞങ്ങൾ ഒത്തിരി നന്ദി പറയും, ഒത്തിരി സ്തുതിക്കുന്നു, ഒത്തിരി മുഖത്തപ്പെടുത്തുന്നു. അങ്ങ് ഇത്രമാത്രം ഞങ്ങൾക്ക് വേണ്ടി വളർന്നല്ലോ. ഇത്രമാത്രം ചെറുതായി വളരാനും മാത്രം ഞങ്ങളിതിന് എന്തുമാത്രം വളരണം കർത്താവേ. നിന്നെപ്പോലെ ചെറുതാകാൻ, നിന്നെപ്പോലെ ഒരു ദരിദ്രനാകാൻ, ഒരു പരമദരിദ്രനായി കീറ്റുശീലകളിൽ പിള്ളക്കച്ചയിൽ പൊതിഞ്ഞു കിടക്കുന്ന ഒരു കുഞ്ഞിനെ പോലെ ആ മനസ്സോടുകൂടി ചാണകക്കൂട്ടിലേക്ക് പോകണമെന്നില്ല. ജീവിക്കുന്ന സ്ഥലത്ത് നിനക്ക് ഒരുപക്ഷെ 4 നില കെട്ടിടം ഉണ്ടായിരിക്കാം, നല്ല കാറുണ്ടായിരിക്കാം. അതിൽ ഇരുന്നു കൊണ്ട് തന്നെ അങ്ങ് എളിമപ്പെടുക. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദരിദ്രനാണ് കർത്താവ് ഞാൻ. എല്ലാത്തിൻ്റെ മധ്യത്തിൽ ഇതെല്ലാം ദാനം മാത്രം. ഏറ്റവും വലിയ ദരിദ്രനാണ്, ഒന്നുമില്ലാത്തവൻ. നാളെ തിരിച്ചെടുത്താൽ എല്ലാം നൽകണമെന്ന് അറിയാവുന്നു ഒരു പരമദരിദ്രൻ. തമ്പുരാനെ, നിന്നെ എനിക്ക് ആവശ്യമാണ്. പുൽക്കൂട്ടിൽ കടന്നു വേണം നിന്നെ ആ പുൽക്കൂട്ടിൽ നിന്ന് ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് എൻ്റെ ഹൃദയത്തിലേക്ക് ഒന്നെടുത്ത് വെക്കാൻ. പുൽക്കൂട്ടി കിടക്കുന്നവനെ, ചാണകക്കൂട്ടി കിടക്കുന്നവനെ ആ അമ്മ അതിൻ്റെ സൈഡിൽ ഇരിപ്പുണ്ട്. ഈ കുഞ്ഞിനെ ഈ ഭൂമിയിൽ ആർക്കും വേണ്ടല്ലോ. എൻ്റെ കാലം കഴിഞ്ഞാൽ ഇവൻ ആരാൽ സ്വീകരിക്കപ്പെടും? ഇന്ന് ഞാൻ ഇവനെ സ്വീകരിച്ചു, എൻ്റെ മാറോട് ചേർക്കും. ഇവൻ പ്രായമായാൽ ഈ ലോകം ഇവനെ സ്വീകരിക്കില്ലല്ലോ. ബാല്യകാല കൗമാരപ്രായത്തിൽ എനിക്കിവനെ വളർത്താം. ആരും സ്വീകരിച്ചില്ലെങ്കിലും ഇവൻ എനിക്ക് സ്വീകരിക്കാം. പക്ഷേ ഒരു പ്രായം കഴിയുമ്പോൾ എൻ്റെ കൈവിട്ട് അവൻ പോകേണ്ടി വരുമ്പോൾ ആരാലും സ്വീകരിക്കപ്പെടാത്ത ഈ ഭൂമിയിൽ ആരാലും സ്വീകരിക്കപ്പെടാതെ പോയ എൻ്റെ കുഞ്ഞ്, ആ ഉണ്ണി ഈശോ, അവൻ യേശുവായി വളർന്ന് ആരാലും സ്വീകരിക്കപ്പെടാതെ തെരുവിൽ നടന്ന് വീടില്ലാതെ അവൻ ജീവൻ തീർക്കേണ്ടി വരുമോ എന്ന്
നെഞ്ചുരുകിയ ഒരമ്മ. പ്രിയമുള്ളവരെ, ക്രിസ്മസിന്റെ ഏറ്റവും വലിയ ചൈതന്യ അമ്മയല്ലേ? ലോകത്തിന് മുഴുവനും ക്രിസ്മസിന്റെ സമ്മാനം നൽകാൻ ഇതാ അതിനുവേണ്ടി സ്വന്തം ഹൃദയം തുറന്നു കൊടുത്തൊരമ്മ. ആ അമ്മ ആ കുഞ്ഞിനെ ഈറ്റുനോവോടുകൂടി പ്രസവിച്ചു. എല്ലാ സ്ത്രീകളും പ്രസവിക്കുന്നത് പോലെ വേദനയോടുകൂടി പ്രസവിച്ചിട്ട്, സുരക്ഷിതമല്ലാത്ത സ്ഥലത്ത് പ്രസവിച്ചിട്ടിട്ട് ആ കുഞ്ഞിനരികിലിരുന്നു. ആരെങ്കിലും സ്വീകരിക്കാൻ വരും, ആരെങ്കിലും ഈ ടിശിയിലേക്ക് കിടക്കുന്ന കുഞ്ഞിനെ ഒന്ന് ചേർത്ത് പിടിച്ച് മെച്ചപ്പെട്ടൊരു വസ്ത്രം നൽകാൻ വരും. അപ്പോഴാണ് കുറെ ആട്ടിടയന്മാർ, ഉടുപ്പ് പോലും ഇല്ലാത്തവർ, വീട് പോലും ഇല്ലാത്തവർ, അവർ വന്നു ആ ഉണ്ണി യേശുവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി അവർ ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചു. തമ്പുരാനെ, അങ്ങനെ കണ്ടെത്താനും ചേർത്ത് പിടിക്കാനും തക്കവണ്ണം ഞങ്ങളുടെയൊക്കെ കൊച്ചു ജീവിതത്തിൽ പുതിയ വെളിച്ചമായി, പുതിയ വെളിപാടായി നീ പെയ്തിറങ്ങണമേ. ആ ജ്ഞാനികളും വന്നില്ലേ? അവർ ഒത്തിരി സമ്പന്നരായി. അറിവിൻ്റെ സമ്പത്ത് അവരെ അന്ധരാക്കി തീർത്തു. അവരുടെ വഴിയാത്ര, അവരുടെ അറിവും ജ്ഞാനവും അവരെ വഴിതെറ്റി കൊണ്ടുപോയി. അവസാനം അവർ എത്തിച്ചേർന്നു ആ ശിശുവിൻ്റെ മുമ്പിൽ. എളിമപ്പെട്ട് നമുക്ക് എളിമപ്പെടാം. ഒത്തിരി സമ്പന്നരാണ് നമ്മളൊക്കെ. ഒത്തിരി കഴിവുണ്ടെന്ന്, വിദ്യാഭ്യാസം ഉണ്ടെന്ന്, സൗന്ദര്യമുണ്ടെന്ന്, ആൺബലമുണ്ടെന്ന്, കായികപരമുണ്ടെന്ന്, സംഘടനാപരമുണ്ടെന്ന് ഒക്കെ അഭിമാനിക്കുന്ന നമുക്ക് ഈ ക്രിസ്മസിൽ നമ്മുടെ ദാരിദ്ര്യം തിരിച്ചറിയാം. തമ്പുരാനെ, ഞങ്ങളൊക്കെ ദരിദ്രരാ, ഞങ്ങളിതാ പ്രാർത്ഥിക്കും. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കണ്ണുകളടച്ച് ഹൃദയം കർത്താവിലേക്ക് സമർപ്പിച്ച് ഇത്ര വലുതാകാൻ ഞങ്ങളിനി, കർത്താവെ ഇത്ര ചെറുതാകാൻ ഞങ്ങളിനി എന്തുമാത്രം